ആരാധകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട താരമാണ് സീമാജി നായർ. ശരണ്യ ശശിയും നന്ദു മഹാദേവുമായി ആത്മബന്ധമുണ്ട് സീമാജി നായർക്ക്. ക്യാൻസറിനോട് പൊരുതി അവർ യാത്രയായപ്പോൾ ആ വേദന പങ്കുവെച്ച് സീമ എത്തിയിരുന്നു. ശരണ്യയുടെ അമ്മയും നന്ദുവിന്റെ അമ്മയും എനിക്ക് സഹോദരിമാരെ പോലെയാണെന്ന് സീമ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ ശരണ്യയെ കുറിച്ചുള്ള സീമയുടെ പോസ്റ്റ് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വേദനയേറിയ ദിവസമായിരുന്നു. എന്റെ വീട്ടിൽ നിന്നും ഇന്നലെ ഒട്ടും മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്നിട്ടും ഞാൻ തിരുവനന്തപുരത്തിലേക്ക് പോയി. ശരണ്യയുടെ പേരിൽ ഇന്നലെ RCCയുടെ മുന്നിൽ അന്നദാനം ഉണ്ടായിരുന്നു. അവിടെ ഞാൻ എത്തിയില്ലെങ്കിൽ മനസമാധാനം ഉണ്ടാവില്ല. അവിടെ നന്ദോട്ടിന്റെ അമ്മ ലേഖയും മനോജും ശോഭപ്രിയയും വിനോദ് ചേട്ടനും എല്ലാം കാത്തു നിന്നിരുന്നു. ശരണ്യയുടെ അമ്മ അവൾക്ക് വേണ്ടി പ്രാർത്ഥനയുമായി തിരുവണ്ണാമലയിലായിരുന്നു. ആ ചടങ്ങിൽ നിന്ന് വീണ്ടും എറണാകുളത്തിന്, ഇന്ന് വീണ്ടും തിരുവനന്തപുരത്തിന് പോകണം. ഇന്നലെ അവൾക്ക് വേണ്ടി ഞാൻ അവിടെ എത്താതിരിക്കാൻ പറ്റുമോ? ഇന്നലെ ലേഖയുടെ കൂടെ ഒരു ചിത്രം എടുക്കുമ്പോൾ ഓർമ്മ വന്നത് നന്ദോട്ടിന്റെ വാക്കുകളായിരുന്നു. യശോദാമ്മയും ദേവകിയും. അങ്ങനെ തന്നെ ആവട്ടെ ജീവിതാവസാനം വരെ എന്നായിരുന്നു സീമ കുറിച്ചത്. എന്റെ സഹോദരിക്ക് പകരം ആരുമില്ല ഈ ലോകത്തിൽ. അത്രയും നിർമ്മലമായ സ്നേഹം അത് അനുഭവിച്ചറിഞ്ഞവർക്ക് മനസ്സിലാവും. മുൻപ് ഞാൻ സങ്കടം കൊണ്ട് കരയുമായിരുന്നു. എനിക്കൊരു അനുജത്തിയോ ചേച്ചിയോ ഇല്ല എന്ന് പറഞ്ഞ് ഞാനൊരു മോളായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്റെ നന്ദു എനിക്ക് തന്നു എന്റെ സഹോദരിയെ, എന്റെ സീമയെ. എന്റെ പ്രിയപ്പെട്ടവൾക്ക് എന്നും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് ഈശ്വരന്മാരോട് പ്രാർത്ഥിക്കുന്നു എന്നായിരുന്നു സീമയോട് ലേഖ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവൾ എന്നിൽ നിന്ന് ഒരു ശരീരം മാത്രമായിട്ട് പോയിട്ട് ഇന്നേക്ക് 3 വർഷം. 3 വർഷം മുൻപുള്ള ഈ ദിവസത്തെ കുറിച്ച് ഓർക്കാൻ വയ്യ. എന്നാൽ ഓർക്കാതിരിക്കാൻ പറ്റുമോ? അതും പറ്റില്ല. ഇന്നലെ എന്നോണം എല്ലാം മനസ്സിലുണ്ട്. അന്ന് അനുഭവിച്ച അതേ വേദനയും ഇന്നും നെഞ്ചിലുണ്ട്. എന്റെ മാത്രമല്ല, നിന്നെ സ്നേഹിച്ച എല്ലാവരുടെയും മനസ്സിൽ അതുണ്ട്. ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ട ശക്തമായ പോരാളിയായിരുന്നു. ബ്രെയിൻ ട്യൂമർ ഓരോ പ്രാവശ്യവും പിടിമുറുക്കുമ്പോൾ ശക്തമായി അതിനെ എതിരിട്ടുകൊണ്ട് നീ തിരിച്ചു വന്നുകൊണ്ടേയിരിക്കുന്നു. ഷാരവും ട്യൂമറും തമ്മിലുള്ള പോരാട്ടം ഒടുവിൽ എതിരാളി തന്നെ ജയിച്ചു. എന്നേക്കുമായി നീ ഞങ്ങളിൽ നിന്നും വിട്ടകന്നു. നിന്നെ ഓർക്കാത്ത ഒരു സെക്കൻഡ് പോലും എനിക്കില്ല. എവിടെ തിരിഞ്ഞാലും നിന്റെ കാര്യമാണ്. നിന്റെ അമ്മ ദൂരെ ഒരു ക്ഷേത്രത്തിൽ നിനക്കായി പ്രാർത്ഥിക്കാൻ പോയിരിക്കുകയാണ്. ഞാനും എന്റെ ഓർമ്മകളും പേറി തിരുവനന്തപുരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ നിനക്ക് വേണ്ടി ഇത്തിരി കാര്യങ്ങളുണ്ട്. മോളെ, മിസ് യു എന്നായിരുന്നു ശരണ്യയെ കുറിച്ച് സീമ പറഞ്ഞത്. ഇതുപോലെ പുതിയ വീഡിയോകൾക്കായി മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.